ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കൊഞ്ച് തീയൽ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. നാടൻ രീതിയിൽ കൊഞ്ച് തീയൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനാവശ്യത്തിന് ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളി മാത്രമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ചെറിയ ഉള്ളിയുടെ കൂടെ സവാള കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പിന്നെ തേങ്ങ വേണം. നമ്മൾ വറുത്തരച്ച് വയ്ക്കുന്നതായതുകൊണ്ടാണ് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നത്. ഇത് ഒരു മുറി തേങ്ങയുണ്ട്. പിന്നെ കുറച്ച് കൊഞ്ചേ ഉള്ളൂ. ആദ്യം നമ്മൾ ഒരു പാത്രം വെച്ച് അതിനെ ചൂടാക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് അരമുറി തേങ്ങയാണ്, അതിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതെ. തീ കുറച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തീ കുറച്ചിടുന്നത്. നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് ഈ തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറാവും. അതുവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നല്ല മൂത്ത് നല്ല കളർ മാറി വരും. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ഇതിപ്പോൾ ഏറെക്കുറെ മൂത്തിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കളർ കിട്ടും. നല്ല ബ്രൗൺ കളറായി വരും. അടി പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യാണ്ട് നോക്കിക്കോണം. അതുകൊണ്ടാണ് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ എരിയുടെ കറിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ശകലം മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ വീണ്ടും ഇളക്കി കൊടുക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 2 ചെറിയ ഉള്ളി കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം പുളിയും ഇവിടെ ഇതിലേക്ക് ഇടണം. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരയ്ക്കുന്നത്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അത് ചൂടാക്കാം. പാത്രം ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക്, എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ മുഴുവനും ഇടാം. ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഈ നടുവിൽ നിന്ന് കീറി കൊടുത്തിരിക്കുന്നത്. സവാള ആഡ് ചെയ്യാതെ ചെറിയ ഉള്ളി മാത്രം ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് ഈ കളറാവുമ്പോൾ നല്ലതുപോലെ ഉള്ളി വാടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് നല്ല
അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അതിനെ ഫുള്ളും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ആ കൊഞ്ചിനെ നമുക്ക് വെള്ളത്തിലേക്ക് മുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് വെച്ച് നന്നായി അരപ്പെല്ലാം അതിൻ്റെ പുറത്ത് പിടിക്കുന്ന രീതിയിൽ വെച്ച് മുക്കി വയ്ക്കുക. അതിനുശേഷം കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്ന് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് വേവാനുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വീണ്ടും വേവിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പോ എരിവൊക്കെ കറക്റ്റാണ്, അത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. എൻ്റെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ട് ഇടാം. എന്നിട്ട് കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഉപ്പൊന്ന് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സായ വീഡിയോസിന് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇങ്ങനെ ഒന്ന് പിച്ചി ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കറിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ നന്നായിട്ട് കറിയിൽ കിട്ടണമെന്നില്ല. നമ്മുടെ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.